ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് വേറെ എവിടെയുമല്ല, നമ്മുടെ തൊട്ടടുത്തെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ അമ്പലത്തിൽ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാനുണ്ട്, ബാമിയുണ്ട്. എൻ്റെ ഈ ഡ്രസ്സ് കൊള്ളാവോ? ഇത് മീഷോയിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. മീഷോ എന്നല്ല, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അത് മാക്സി ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല പൊടി. ഒരു 500 താഴെയുള്ളൂ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. അങ്ങനെ ബാമിയെ റെഡിയാക്കി അങ്ങനെ ബാമിയെ റെഡിയാക്കി ഞങ്ങളങ്ങനെ ഇറങ്ങുകയാണ്. നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത്. നമ്മളെല്ലാ ഉത്സവത്തിന് പോകുമ്പോഴും ഓട്ടോയ്ക്ക് തന്നെ പോകാറുള്ളൂ. അങ്ങനെ നമ്മൾ ഓട്ടോക്കാരനെ കിട്ടി. ഞങ്ങൾ ഓട്ടോയ്ക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പാതിയിൽ ചെന്നപ്പോൾ ഉത്സവം ആയതുകൊണ്ട് നല്ല ട്രാഫിക്കാണ് കേട്ടോ. ട്രാഫിക്കെന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ന്യൂട്രലൊക്കെ കയറി അങ്ങ് പോവാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം 10-15 മിനിറ്റ് നമ്മൾ അവിടെ കിടന്നു കേട്ടോ. എന്നിട്ട് പിന്നെ പതിയെ വണ്ടി പോകുന്ന സിഗ്നലാണ്. സിഗ്നലിൽ പെട്ടുപോയി. അങ്ങനെ വണ്ടിയൊക്കെ പോയി സിഗ്നലിൽ നിന്ന് മാറി നമ്മൾ നേരെ ഉത്സവത്തിൽ നടക്കുന്ന അമ്പലത്തിലോട്ടാണ് പോകുന്നത്. വേറെ എവിടെയുമല്ല. ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണും എവിടെയാണ്. വേറെ എവിടെയും തട്ടാരമ്പലമാണ്. തട്ടാരമ്പലത്തിന് കുറച്ച് പോകുമ്പോൾ ഇതും കുറേ ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴും നല്ല തിരക്കാണ്. ഈ കാണുന്ന ബിൽഡിങ് പുതിയ ഒരു ഷോപ്പ് വന്നാണ്. നമ്മുടെ സീരിയൽ താരം അനുമോളുണ്ടല്ലോ, ബിഗ് ബോസ്, അവരാളാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേട്ടോ ഉദ്ഘാടനം നടന്നത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ചെറിയ മഴ പൊടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ചെറിയ മഴ പൊടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളങ്ങോട്ട് പോകുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും നിറയെ വണ്ടികളാണ് കേട്ടോ. നിറയെ ഒരുപാട് വണ്ടികളാണ്. അങ്ങനെ പോകുന്നതേ ഉള്ളൂ. എത്താറാവുന്നു. അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ് എത്തി കേട്ടോ. ആളെ ഞാൻ വിചാരിച്ചു നമ്മളെ അങ്ങ് വരെ കൊണ്ടുപോയില്ല. പക്ഷെ എന്തായാലും അങ്ങ് വരെ ഓട്ടോ അങ്ങൾ നമ്മളെ അവിടം വരെ കൊണ്ടുപോയി കേട്ടോ. ആദ്യം ഇറങ്ങി നടക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചത് കേട്ടോ. എന്നാലും രണ്ട് സൈഡിലും നിറയെ വണ്ടിയും തിരക്കാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്താറായി. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം ചെട്ടുകുളങ്ങരയിലാണ്. ചെട്ടുകുളങ്ങര ഉത്സവമാണ്, അശ്വതി ഉത്സവമാണ്. അപ്പം കരയുടെ ഉത്സവമാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് കരയുടെ ഉത്സവത്തിനാണ് ഞങ്ങൾ ലാസ്റ്റ് കരയുടെ ഉത്സവത്തിനാണ് പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്താറായി. ബസ്സിലൊക്കെ നിറയെ ആൾക്കാർ കയറാൻ നമ്മൾ അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റിൽ എത്തി ഗൈസ്. അങ്ങനെ നമ്മളവിടെ പാർക്ക് ചെയ്തു. ഓട്ടോക്കാരൻ അവിടെ നിർത്തി. അപ്പോഴേ കഴിക്കാനും കാര്യങ്ങളും ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി. ഞങ്ങളങ്ങനെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോഴേ ബാമിക്ക് കണ്ണ് തട്ടി. എല്ലാ അമ്പലത്തിൽ ചെന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അതാണല്ലോ പ്രിയം. നിറയെ ആളാണ് കേട്ടോ, ഒരുപാട് ആളാണ്. ഇന്ന് ഏരിയ സ്ഥലങ്ങൾ കണ്ടുകിട്ടാൻ. അതിൻ്റെ ഇടയ്ക്ക് ബാമി വഴക്കുണ്ടാക്കുവാണ്. ബാമിക്ക് അത് വേണം, ബലൂൺ വേണം എന്ന് പറഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞ് വഴക്കാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു ക്ലൈമാക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടോണേ. ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക എന്താണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ഇവിടെയാണ് കുറച്ച് ആൾ ഒഴിഞ്ഞ സ്ഥലം. അപ്പം നമ്മൾ അവിടെ നിൽക്കുകയാണ്. മാമനെയൊക്കെ ഇപ്പോൾ അച്ഛനോട് വഴക്കിടുകയാണ്. വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ചുകൊണ്ട് പോവാണ്. എനിക്കത് വേണമെന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. ഇന്ന് ഓരോ ഉത്സവത്തിന് മുമ്പ് ഓരോ സാധനങ്ങളാണ്. പിറ്റേ ദിവസം ഇന്നത് കാണത്തില്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. കുറച്ച് നടക്കണം. ഫുള്ള് നടന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ ബാമിയുടെ കയ്യിൽ ഒരു കാര്യം നിങ്ങൾ കണ്ടു നോക്കുക എന്താണ്. അത് വേണമെന്നും പറഞ്ഞ് ബഹളമായിരുന്നു, നല്ല ബഹളമായിരുന്നത്. അമ്മുമ്മയെ അത് താമുമ്മയെ നോക്കി. പണ്ടത്തെ ഞാനൊന്ന് ഊതി നോക്കി കേട്ടോ. പക്ഷേ എനിക്ക് ഊതിയിട്ടായില്ല. ബാമിയും ഊതി നോക്കുക, അവൾക്ക് സൗണ്ട് മാത്രമാണ്. അങ്ങനെ അത് കളിച്ചുകൊണ്ട് കുറേ നേരം അത് ഊതി. അപ്പോൾ ആണെങ്കിൽ ഉരുളിച്ച വന്ന് തുടങ്ങി. ലാസ്റ്റല്ലേ ഉരുളിച്ച. ഓരോ കരക്കാരും നടത്തുന്നതാണ് ഈ ഉരുളിച്ച. ഓരോരോ എന്താ പറയുക, കലാരൂപങ്ങളുണ്ട്. നിറയെ ഫുള്ളാളാണ് കണ്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമ്പോൾ ഇരിയാൻ സ്ഥലമില്ല, അതുപോലെ ആളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ കിട്ടിയപ്പോൾ അതിൽ കൂടെയാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ ഉരുളിച്ച വരവ് വന്ന് തുടങ്ങി. അങ്ങനെ ഓരോരുത്തർ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും കണ്ടോ. ഓരോരുത്തർ ഉരുളുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഉരുളിച്ച വരവാണ് കേട്ടോ. ഓരോ ആൾക്കാർ ദേവിയുടെ അനുഗ്രഹം കിട്ടി അവർ ഉരുളാണ്. അതിനാണ് ഉരുളിച്ച വരവെന്ന് പറയുന്നത്. എല്ലാ കരക്കാരുടെയും ഉണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് കരയാണ്, 14 കരയാണ്. ഇത് ലാസ്റ്റ് കരയുടെയാണ് കേട്ടോ. അതിനെ കുറച്ച് നേരം അത് കണ്ട് ഉരുളിച്ച മാത്രമല്ല കേട്ടോ, പല കലാരൂപങ്ങളും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. കാണാം. ഓരോ
ദിവസവും ഓരോ കരക്കാരും നടത്തുന്ന കലാരൂപങ്ങൾ, അവരുടെ പരിപാടികൾ, ഗാനമേള, അങ്ങനെയൊക്കെയുള്ള ഓരോ കരക്കാരുടെ പരിപാടികളാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഉള്ളിച്ചവരവ് കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിന്ന് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, ആൾക്കാരുണ്ടോ, അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് ഉള്ളിച്ചവരം ഉണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ചൂടത്താണെന്ന്. ഇപ്പോൾ ദേവിയുടെ അനുഗ്രഹം അവർക്ക് ഉണ്ടാവട്ടെ. നല്ല ചൂടാണ് കേട്ടോ. അതിന് ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, അത്ര ചൂടാണ്. അത് ജനങ്ങളോട് ഉള്ളതുകൊണ്ട് പിന്നെ ഒട്ടും പറയണ്ട. അതുപോലെ നല്ല ഫുള്ള് തിരക്കായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ കരയുടെ ഓരോ കലാപരിപാടികളായിട്ട് പുറകിൽ വരുന്നുണ്ട് കേട്ടോ. ജനങ്ങളെ കണ്ടോ നിങ്ങൾക്ക്? എൻ്റെ ഇടയ്ക്ക് ചിങ്കാരിമേള, ഊത്ത്, അങ്ങനെ ഒത്തിരി 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 പരിപാടികളുണ്ട്. നിങ്ങൾക്ക് വഴിയെ കാണുമ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ ബാനറൊക്കെ കിട്ടി ഒരേ കുട്ടികളാണത് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ എൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ ഓരോ പരിപാടികൾ. അതിന് ചെണ്ടമേളമാണ് വരുന്നത്. അതിൻ്റെ പുറകിലും നമ്മുടെ നാട്ടിൽ വേലകളി എന്നാണ് ഇത് പറയുന്നത്. ഞാൻ കൂടുതലും ശിവൻ്റെ അമ്പലത്തിലാണ് ഇത് കണ്ടിട്ടുള്ളത്. ശിവരാത്രിക്ക് കാണാറുണ്ട് ഞാനിത് വേലകളിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരേ ഡ്രസ്സിട്ട് കാണിക്കും, ഒരേപോലെ അവർ ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അന്ന് വേലകളി വന്നു. പിന്നെ ഇത് എന്ത് കളിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യൂ. ഇതൊരോരോ രൂപങ്ങൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അവരത് ചെണ്ട കൂട്ടുന്ന രീതിയിൽ നൃത്തം ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്ത് കളിയായത്, എന്ത് കളിയാണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവർ വീഡിയോ ഇട്ട് തരുമ്പോൾ വേഗം വേഗം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ ചെണ്ട അനുസരിച്ചാണ് അവർ തുള്ളുന്നത്. അതിൻ്റെ പുറകിനും വരുന്നുണ്ട് ഓരോരോ രൂപങ്ങൾ. അതിൻ്റെ പുറകിന് കരകമാണ് തോന്നുന്നു വരുന്നത്, കരകം തുള്ളൽ. പുറകിന് കരകം തുള്ളൽ വരുന്നുണ്ട്. കരകം തുള്ളലിന് ഓരോ ചെണ്ടമേളമാണ്. അതിനും പ്രത്യേകം ഒരു എന്താ പറയുക, ചെണ്ടയാണല്ലോ. അതിന് കളിക്കാനും പ്രത്യേക ഒരു ചെണ്ടകൂട്ടാണല്ലോ നടക്കുന്നത്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുന്ന അതും നല്ല ഭംഗിയായിരുന്നു കാണാൻ. പല കളറിലുള്ള ചെണ്ട കരകമാണ് തലയിൽ നിന്ന് കളിക്കുന്നത് കാണാൻ രസം. അത് കഴിയുമ്പോൾ കുട്ടികൾ നല്ല അടിപൊളി ഡ്രസ്സിൽ എന്താ ഭംഗി കാണാൻ. എൻ്റെ പുറകിനൊരു വലിയ ഒരു പാവയില്ല കേട്ടോ, പല പാവയുണ്ട് കേട്ടോ. റെഡ് കളർ പാവയുണ്ട്. അത് ഒരു വേഷം കിട്ടി. ഓരോരോ രൂപങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. കണ്ടോ, വലിയൊരു ചിമ്പാൻസിയുടെ രൂപം. നല്ല ഭംഗിയാണ് കണ്ട. റെഡ് കളറിന് കാണാൻ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട. നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ ഓരോരോ. പിന്നെ ബാൻഡ് മേളം, അടുത്തത് ബാൻഡ് മേളമാണ് കേട്ടോ. അങ്ങനെ ബാൻഡ് മേളം കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് നിന്നു. പിന്നെ വലിയ ഒരു സൈസ് കോലം. അത് എന്ത് കോലമാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒരു വലിയ കോലം, കറുപ്പ് കളറില്ല കേട്ടോ. രൂപമൊക്കെ മുഖത്ത് രൂപമൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു. കാണുമ്പോൾ ഒരു മാമിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. മാമിക്ക് ഇതൊന്നും കാണാൻ എന്നിട്ട് അമ്മ എടുത്ത് പോയി. കണ്ടോ, അത് നല്ല ഹൈറ്റുള്ള ഒരു കോലമാണ് കേട്ടോ. അതിൽ പോകാൻ ഇടയ്ക്ക് ബുദ്ധിമുട്ടി അവർ. പിന്നെ അത് റെഡിയാക്കി പിന്നെ അവരത് പോയി. നല്ല ഭംഗിയില്ലേ കാണാൻ. എന്ത് വെയിറ്റ് ആയിരിക്കുമല്ലേ അത്. അതൊക്കെ ഒരു അനുഗ്രഹമാണല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഓരോരോരോ രൂപങ്ങൾ. ഇനി അടുത്ത കാഴ്ച ആണ്. പുറകിന് അടുത്ത രൂപങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അടുത്ത രൂപവും അതും ഞാൻ കൊണ്ടുപോകണം. അതും ഇത് ഞാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതെന്ത് ഭംഗിയാണ്. ഇതിൽ പല കളറ് വെച്ചിട്ട് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ടില്ല. അതിനകത്ത് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങി കളിക്കുമല്ലോ, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അത് ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കാണാൻ ഭാഗ്യം എനിക്കുണ്ടായില്ല. അത് നല്ല സൂപ്പർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഗീസ്. ഒരുപാട് സന്തോഷം. കുറേ നേരം അതൊക്കെ കണ്ടു. ഓരോരോ കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ പുറകിന്. അപ്പം പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ട് ആസ്വദിച്ചു. ഇടയ്ക്ക് ഈ ഒരു ചിൽ എന്നുള്ള സൗണ്ടിന്
ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതും അതിൻ്റെ കൂടെ എന്തോ അതിന് പറയുന്നത് ഡ്രം സെറ്റ്, എനിക്കറിയില്ല അതിൻ്റെ പേരെന്താണ്. പിന്നെ കുറേ നേരം അതൊക്കെ കണ്ടു. ഒക്കെ അമ്പലം അതുപോലെ ഡാൻസ് പിള്ളേരുടെ എല്ലാം ഡാൻസ്. അത് കഴിയുമ്പോൾ നേരെ നമ്മുടെ ഫേമസ് ഐറ്റം കഴിച്ച് തിരിച്ച് വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ഡാൻസ് കാണാൻ പോയി കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഡാൻസ് കാണാൻ. നല്ല പാട്ട്, നല്ല ഡാൻസ്, നല്ല കോസ്റ്റ്യൂം. അതും കുറേ നേരം കണ്ട് കുറേ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. മാറി മാറി അതും കുറച്ച് നേരം കണ്ട് ആസ്വദിച്ചു. അങ്ങനെ ഒരുപാട് കൊണ്ടുപോകുന്നുണ്ട്, തേര് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഡാൻസ് ഉണ്ട്, കുറേ പ്രോഗ്രാമാണ്. കുട്ടികളുടെ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല തിളക്കമാണ് കോസ്റ്റ്യൂം ആയാലും ഒരേപോലെയുള്ള ഡാൻസും എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം അത് കണ്ടിങ്ങനെ ആസ്വദിച്ചു. ഡാൻസുകൾ നല്ല ഭംഗിയാണ്. ചുറ്റുവളങ്ങര തന്നെ ഒരു ഡാൻസാണ് കേട്ടോ, കുട്ടികളുടെ ഡാൻസ്. എന്തോ കുറേ ഡാൻസ് സ്കൂളിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അത് കണ്ടു. അത് കണ്ട് കുറേ നേരം ആവശ്യം നമ്മുടെ തേര് ഇതാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ചുറ്റുവളങ്ങര അമ്മയുടെ നടയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ നടത്തുന്നത് ഈ പരിപാടി. അങ്ങനെ കുറച്ച് നേരം ആ പരിപാടിയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചു ഇരുന്നു. അടിപൊളി ഡാൻസ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ നിറയെ ഒരുപാട് ആൾ വന്നു. പിന്നെ അവർ ചെയറൊക്കെ കൊണ്ടിട്ട് തരാണ് കേട്ടോ, ബാക്കിയുള്ളവർക്ക് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയറൊക്കെ കൊണ്ടിട്ട് വന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെ സോളോ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടിയുടെ. അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കുറച്ച് നേരം അതിൻ്റെ സോളോ ഡാൻസും കണ്ടു. പിന്നെ വേറൊന്നുമില്ല, ഡാൻസ് കണ്ടു. അത് കണ്ട് കുറച്ച് നേരം കണ്ടിരുന്നു. പിന്നെ ബാമി ബഹളം ഉണ്ടാക്കി പിന്നെ ഞാൻ തിരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഉത്സവ വിശേഷങ്ങൾ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വരുന്നവരെ ടാറ്റാ ബൈ ബൈ.